കാര്യങ്ങൾ വായുവില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിണറിൽ ഒരാൾ ഇറങ്ങുന്ന സമയത്ത് ആദ്യം നിങ്ങൾ നോക്കണം, വായു ഉണ്ടോ നോക്കണം. നാട്ടിൽ കിണർ കുഴിക്കുകയാണ്, കിണർ പണിയെടുക്കുക. അപ്പോൾ ഒരാൾ വരികയാണ്, പണിയെടുക്കാൻ വരികയാണ്. അയാളോട് ഇറങ്ങി പണിയെടുക്കുന്ന അയാളെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആരും ഉത്തരവാദിത്വം കൂടിയാണ്, നമ്മൾ വീട്ടുകാരൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ അയാൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതെങ്ങനെ മനസ്സിലാവും ഓക്സിജൻ ഉണ്ടോയെന്ന്? മെഴുതിരി കത്തിച്ചിട്ട് നമുക്കറിയാം, മെഴുതിരി കത്തിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബക്കറ്റ് എടുത്തിട്ട് മെഴുതിരി കത്തിച്ച് ബക്കറ്റ് താത്തി കെട്ടുപോയി, ഓക്കെ പോട്ടെ, ചിലപ്പോൾ കാറ്റടിച്ച് ചെയ്യാം. ഒന്ന് രണ്ടാമത് നോക്കുക, വീണ്ടും കെട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അയാളെ ഒരു കാരണവശാലും അതിലേക്ക് കറക്കാൻ വേണ്ടി. ഇനിയാണ് ഈ അപകടം കൂടുക. മഴക്കാലത്ത് അത്ര പ്രശ്നം ഉണ്ടാവില്ല, വേനലിൽ കളിക്കുന്നതനുസരിച്ച് എന്താവും, അതിനകത്തുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ പോകുന്ന മിക്കവാറും കേസുകളിൽ എത്ര അപകടങ്ങൾ കണ്ടാണ്, അനുസരിച്ച് ലഭ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായി? ഇനി ഒരാൾ കിണറിലിറങ്ങി, ഇങ്ങനത്തെ ഒരു കിണറിലിറങ്ങി അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞു, അയാൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. മുകളിൽ നല്ല പണി മുകളിൽ കിണറിൽ പണി ഇറങ്ങാനും പഠിക്കുന്നവനും കിണറിൽ ഇറങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്യും? ചിലപ്പോൾ ചാടിക്കറി ഇറങ്ങും. സാഹചര്യങ്ങൾ കുറയുന്നു, ഇതുപോലെ സംഭവിക്കുന്നുണ്ടോ നമ്മുടെ പേപ്പർ എല്ലാ വർഷവും സംഭവിക്കുന്നു. ഒരു കാരണവശാലും വായു ലഭ്യത കുറവാണ് എന്ന് പറയുന്ന കിണറിൽ വേറൊരാൾ ചാടിക്കറി ഇറങ്ങിയാൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. അയാളുടെ ജീവൻ മാത്രമല്ല രണ്ടുപേരുടെ ജീവനും. ആകെ കുറച്ച് വായു ഉണ്ടാവും, രണ്ടാമത്തെ ആൾ പോയിട്ട് അതും കൂടി വലിച്ചിട്ട് രണ്ടുപേരും കിണറിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ ആള് ചാടിക്കയറി ഇറങ്ങാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യണം? ഫയർ സർവീസിനെ വിളിക്കുക. ഫയർ സർവീസ് വരുന്നത് വരെ അയാളുടെ ജീവൻ നിലനിർത്താനുള്ള വായു ലഭ്യത അയാൾക്ക് ഉറപ്പുവരുത്തും. ഈ ജീവൻ നിലനിർത്താനുള്ള വായു ലഭ്യത, ഒരാൾ ശ്വാസം കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് കുറച്ച് വായു എത്തിക്കാനുള്ള, അയാൾക്ക് ശ്വസിക്കാനുള്ള വായു എത്തിക്കാനുള്ള, ശ്വസിക്കാൻ അയാളോട് പറയാം, ഇങ്ങനെ കുനിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. കുനിഞ്ഞിരിക്കുമ്പോൾ എന്താ ഗുണം? അകത്തേക്ക് വലിക്കുന്ന വായുവിൻ്റെ അളവ് കുറയും. കുനിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. കുനിഞ്ഞതിന് ശേഷം കുനിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വായു മതി. മുകളിൽ നിന്ന് എന്ത് ചെയ്യുക? മരത്തിൻ്റെ ചില്ല ഉണ്ടാവില്ലേ, മരത്തിൻ്റെ ചില്ല എടുത്തിട്ട് ആദ്യം പൊക്കുകയും ചെയ്യാം. അത്യാവശ്യം വായു ഫയർ സർവീസ് എത്തുന്നത് വരെ അയാൾക്ക് പിടിച്ചു നിൽക്കാനുള്ള വായു ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? വെള്ളം നമ്മൾ മഴ പെയ്യുന്നത് പോലെ താഴേക്ക്, മഴക്കാലത്ത് വായു ലഭ്യത കൂടാൻ കാരണം മഴയിൽ ഒന്നിച്ചിൻ്റെ താഴേക്ക് വായു ലഭ്യത ഉണ്ട്. കിണർ കോരിക്കൊണ്ടിരിക്കുന്ന കിണറിലും അത്യാവശ്യം ഇതുണ്ടാവും, വായു ലഭ്യത. കിണർ കോരിയും സമയത്ത് വായു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് അവിടെ വായു ലഭ്യത ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കിണർ ഉപയോഗിക്കാത്ത കിണറിലാണ്, നമ്മൾ മോട്ടോർ മാത്രം വലിച്ചിട്ട് ഉപയോഗിക്കുന്ന കിണറിലാണ് ഇത്തരം സാധ്യതകൾ കൂടുതലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? വെള്ളം ഇങ്ങനെ സ്പ്രേ ആയിട്ട് പൈപ്പിലാണെങ്കിലും മോട്ടോർ അടിച്ചിട്ടാണെങ്കിലും ബക്കറ്റിലെടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈനായിട്ട് സ്പ്രേ ചെയ്തിട്ട് അതിലേക്ക് ഇറക്കുക. കുറച്ച് വായു അയാൾക്ക് പിടിച്ചു നിൽക്കാനുള്ള വായു അവിടെ കിട്ടും. നമ്മളെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ എത്തും തൊട്ട് മുമ്പൊക്കെ ജീവൻ നഷ്ടപ്പെട്ട കേസുകളുണ്ട്. രക്ഷപ്പെടുത്തിയോ കേസുകൾ എല്ലാ വർഷവും വായുവില്ലാതെ രക്ഷപ്പെടുന്ന കേസുകളുണ്ട്, എല്ലാ വർഷമുണ്ട്. മരണത്തിലേക്ക് പോവാതെ ചില മരണത്തിലേക്ക് പോകുന്ന കേസുകളുണ്ടാകും. ഓക്കെ, അത് ശ്രദ്ധിക്കുക തന്നെയാണ് അത് പ്രധാനമായിട്ടും. ഇത് മാത്രമല്ല, ചിലപ്പോൾ വിഷവാതകങ്ങളൊക്കെ ഉണ്ടാവും. ഈ കിണറിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ കിണറിൻ്റെ കേസാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിലൊരു ചാണകക്കുഴിയുണ്ട്, ചാണകത്തിന് ഉപയോഗിക്കുന്ന നല്ല ക്ലോസ് ചെയ്തൊരു കുഴിയുണ്ട്. അത് കുറേ കാലം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? കണ്ടെയ്ൻഡ് ആയ സ്പേസിലേക്ക് നമ്മൾ ഇറങ്ങരുത്. അവിടെ മീഥെയിൻ പോലുള്ള വിഷവാതകങ്ങളൊക്കെ ഉണ്ടാവും, അമോണിയം പോലുള്ള വിഷവാതകങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ ബോധം കിട്ടുന്നു, ഒറ്റ വലിയൊരിക്കുന്നതിനും ബോധം കിട്ടുന്നു. അങ്ങനെയാണ് കോഴിക്കോടൊക്കെ ട്രയലിൽ വീണ് വേറെ ആൾ രക്ഷപ്പെടുത്താൻ പോയി അവരും 3-4 ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നിൽക്കരുത്. വായു ലഭ്യത ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അതിലേക്കൊക്കെ ആളിറങ്ങാൻ പാടുള്ളൂ. എന്തിറങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അരയിലൊരു ടയർ കിട്ടും, അത്ര ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇറങ്ങരുത്. ക്ലോസ്ഡ് ആയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ വേസ്റ്റ് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, അതും ക്ലോസ്ഡ് ആയ സ്ഥലത്തേക്ക് ഇറങ്ങരുത്. ഓക്കെ, ഇനി ആക്സിഡൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞു